അപ്പൊ നമുക്ക് യുഡൈസ് പ്ലസ് ടീച്ചർ മൊഡ്യൂളിലെ 2025-26 അപ്ഡേറ്റുകൾ എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാമെന്ന് നോക്കാം അല്ലേ? അതെ, തീർച്ചയായും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് ലോഗിൻ ചെയ്യുന്നത് തൊട്ട് അവസാനം സർട്ടിഫൈ എന്ന് വരെ ഒന്ന് ഓടിച്ചു നോക്കാം. ഓക്കെ, അപ്പൊ ആദ്യം udice+.gov.inൽ പോകണം. എന്നിട്ട് അവിടെ ലോഗിൻ ഫോർ ഓൾ മോഡ്യൂൾസ് എന്നൊരു ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്ത് നമ്മുടെ സ്റ്റേറ്റ് തിരഞ്ഞെടുക്കുക. ശരി, സ്റ്റേറ്റ് തിരഞ്ഞെടുത്തു. പിന്നെ സ്കൂളിന്റെ യുഡൈസ് കോഡും പാസ്വേഡും വെച്ച് അതെ, അത് വെച്ച് ടീച്ചർ മോഡ്യൂളിൽ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോൾ ഡാഷ്ബോർഡ് വരുമല്ലോ? യെസ്, ഡാഷ്ബോർഡ് വരും. അവിടെ ടീച്ചർ ഡേറ്റ എൻട്രി ചെയ്യാനുള്ള ഒരു ലിങ്ക് ഉണ്ടാവും. ചിലപ്പോ ക്ലിക്ക് ഹിയർ DCF ടു ഫിൽ ദ ഡേറ്റ എന്നോ മറ്റോ ആവും എഴുതിയിട്ടുണ്ടാവുക. കണ്ടിട്ടുണ്ട്. DCF, ഡേറ്റ ക്യാപ്ചർ ഫോർമാറ്റ് അല്ലേ? അതെ, അതിൽ ക്ലിക്ക് ചെയ്യണം. കേട്ടു, ഈ വർഷം എന്തോ പുതിയ കാര്യങ്ങൾ വന്നിട്ടുണ്ടെന്ന്. ഒരു മാപ്പിംഗ് സെക്ഷനൊക്കെ. ശരിയാണ്. 2 പ്രധാന പുതിയ കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ഡേറ്റയെല്ലാം ഫില്ല് ചെയ്ത് സർട്ടിഫൈ ചെയ്യുന്നതിന് മുൻപ് സ്കൂൾ ഹെഡിനെ സിസ്റ്റത്തിൽ മാപ്പ് ചെയ്യണം. ആരാണ് ഹെഡ് ഓഫ് സ്കൂൾ എന്ന് ഔദ്യോഗികമായി രേഖപ്പെടുത്തണം. ഓക്കെ, അത് നിർബന്ധമാണല്ലേ? അതെ, അത് ചെയ്യാതെ സർട്ടിഫിക്കേഷൻ പറ്റില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഓരോ ലെവലിലും പ്രൈമറി, അപ്പർ പ്രൈമറി അങ്ങനെ ഓരോന്നിലും എത്ര ടീച്ചിംഗ് സ്റ്റാഫ് ആവശ്യമുണ്ട്, നമ്പർ ഓഫ് ടീച്ചിംഗ് സ്റ്റാഫ് റിക്വയർഡ് എന്ന് കൊടുക്കണം. പുതിയ സ്റ്റാഫിന് വേണ്ടെങ്കിലും അതാണ്. പുതിയ ആരെയും ആവശ്യമില്ലെങ്കിൽ പോലും അവിടെ 0 എന്ന് എൻ്റർ ചെയ്ത് സേവ് ചെയ്യണം. അല്ലെങ്കിൽ മുന്നോട്ടു പോകാൻ ചിലപ്പോൾ സിസ്റ്റം സമ്മതിക്കില്ല. ഓക്കെ, മനസ്സിലായി. ഇനി നിലവിലുള്ള ടീച്ചർമാരുടെ ഡാറ്റ അപ്ഡേറ്റ് ചെയ്യുന്നത് എങ്ങനെയാ? ഡാഷ്ബോർഡിൽ ഇൻകംപ്ലീറ്റ് എന്ന് കാണിക്കുമല്ലോ. അതെ, ആ ഇൻകംപ്ലീറ്റിന് താഴെയുള്ള നമ്പറിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ആ ടീച്ചർമാരുടെ ലിസ്റ്റ് വരും. ഓരോ ടീച്ചറുടെയും പേരിന് നേരെ എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് എന്ന് കാണിക്കും. സാധാരണ 3 പ്രധാന സെക്ഷനുകളാണ് ഉണ്ടാവുക. 1 ജനറൽ പ്രൊഫൈൽ, 2 അപ്പോയിന്റ്മെന്റ് ആൻഡ് ടീച്ചിംഗ് പ്രൊഫൈൽ, പിന്നെ 3 ട്രെയിനിംഗ് ആൻഡ് മറ്റ് ഡീറ്റെയിൽസ്. പൂർത്തിയാക്കാത്തവ ചിലപ്പോ ഒരു റെഡ് മാർക്കിൽ കാണിച്ചേക്കാം. ശരി, അപ്പോ ജനറൽ പ്രൊഫൈലിൽ എന്തൊക്കെ വരും? ബേസിക് കാര്യങ്ങൾ. അതെ, പേര്, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, സോഷ്യൽ കാറ്റഗറി, പിന്നെ കോണ്ടാക്ട് ഡീറ്റെയിൽസ്, മൊബൈൽ, ഇമെയിൽ. അതോടൊപ്പം പ്രധാനപ്പെട്ടത് ശാലാർത്ത് ID അല്ലെങ്കിൽ സ്റ്റേറ്റ് തരുന്ന എന്തെങ്കിലും ID ഉണ്ടെങ്കിൽ അത്. ഓക്കെ, പിന്നെ അക്കാദമിക് യോഗ്യതകൾ. ഹയ്യസ്റ്റ് അക്കാഡമിക്, ഹയ്യസ്റ്റ് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസ്. ഇത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, സർവീസ് റെക്കോർഡ്സുമായി മാച്ച് ആവുന്നുണ്ടോന്ന്. ശരിയാണ്. അതുപോലെ മാത്സ്, സയൻസ്, സോഷ്യൽ സയൻസ്, ലാംഗ്വേജ് ഇതിലൊക്കെ ഏത് ലെവൽ വരെ പഠിച്ചിട്ടുണ്ട് എന്നും കൊടുക്കണം. പിന്നെ ഡിസബിലിറ്റി ഡീറ്റെയിൽസ്, ആധാർ വെരിഫിക്കേഷൻ സ്റ്റാറ്റസ് ഒക്കെ അവിടെ കാണാം, അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ സർവീസിൽ ജോയിൻ ചെയ്ത ഡേറ്റ്, ഫസ്റ്റ് അപ്പോയിന്റ്മെന്റും ഇപ്പോഴത്തെ സ്കൂളിൽ ജോയിൻ ചെയ്ത ഡേറ്റും. രണ്ടും വേണം. അതെ. ഓക്കെ, രണ്ടാമത്തെ ഭാഗം അപ്പോയിന്റ്മെന്റ് ആൻഡ് ടീച്ചിംഗ്. അതിൽ വരുന്നത് ടീച്ചറുടെ നിയമന രീതി, അതായത് പെർമനന്റ് ആണോ കോൺട്രാക്റ്റ് ആണോ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ടീച്ചറുടെ ഇപ്പോഴത്തെ തസ്തിക, അസിസ്റ്റന്റ് ടീച്ചർ, ഹെഡ് ടീച്ചർ, ഗ്രേഡ് ടീച്ചർ അങ്ങനെയുള്ളത്. അത് സ്ഥിരമാണോ അതോ ഇൻചാർജ് ആണോ എന്നും കൊടുക്കണം. പിന്നെ പഠിപ്പിക്കുന്ന ക്ലാസുകൾ, നിയമനം കിട്ടിയ വിഷയം, ഇതൊക്കെയാണ്. ഓക്കെ, മൂന്നാമത്തെ ഭാഗം ട്രെയിനിംഗ് ഡീറ്റെയിൽസ്, CWSN ട്രെയിനിംഗ് പോലെ. അതെ, CWSN, അതായത് ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് ട്രെയിനിംഗ് കിട്ടിയിട്ടുണ്ടോ, കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ICT ട്രെയിനിംഗ്, ഈ അക്കാഡമിക് വർഷം കിട്ടിയ മറ്റ് ഇൻ സർവീസ് ട്രെയിനിങ്ങുകൾ. ഇനി ഏതെങ്കിലും ട്രെയിനിംഗ് ആവശ്യമുണ്ടോ എന്നും ചോദിക്കുന്നുണ്ടോ? ഉണ്ട്, അതും കൊടുക്കണം. പിന്നെ NIOS ട്രെയിനിംഗ് കഴിഞ്ഞതാണോ, നോൺ ടീച്ചിംഗ് ആവശ്യങ്ങൾക്ക് എത്ര ദിവസം ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ട്, അറിയുന്ന ഭാഷകൾ ഏതൊക്കെ, ഇതൊക്കെ വരും. ഓഹോ, പിന്നെ കുറച്ച് യെസ് നോ ചോദ്യങ്ങളും ഉണ്ടാവും അല്ലേ? സേഫ്റ്റി, സൈബർ സെക്യൂരിറ്റി ട്രെയിനിംഗ് കിട്ടിയോ എന്നൊക്കെ. സേഫ്റ്റി, സൈബർ സെക്യൂരിറ്റി, ഡിസേബിൾഡ് കുട്ടികളെ തിരിച്ചറിയാനുള്ള ട്രെയിനിംഗ്, ഇതിനൊക്കെ സാധാരണ യെസ് കൊടുക്കേണ്ടി വരും. പിന്നെ TET, അതായത് CTETയോ സ്റ്റേറ്റ് TETയോ പാസ്സായിട്ടുണ്ടോ എന്നുള്ള വിവരവും അപ്ഡേറ്റ് ചെയ്യണം. കൊള്ളാം. അപ്പോ ഒരു ടീച്ചറുടെ ഈ 3 സെക്ഷനും കംപ്ലീറ്റ് ആവുമ്പോൾ അത് പച്ച നിറത്തിലോ കംപ്ലീറ്റഡ് എന്നോ കാണിക്കും. അതെ, ഓരോന്നും സേവ് ചെയ്യുമ്പോൾ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ആവും. എല്ലാ ടീച്ചർമാരുടേതും ഇങ്ങനെ ഗ്രീൻ ആക്കണം. ശരി, ഇനിയിപ്പോ സ്റ്റാഫ് മാറ്റങ്ങളുടെ കാര്യം. പുതിയൊരാൾ വന്നാൽ എങ്ങനെ ചേർക്കും? ഒരാൾ പോയാലോ? പുതിയൊരാൾ, അതായത് ഫ്രഷ് അപ്പോയിന്റ്മെന്റ് ആണെങ്കിൽ ആഡ് ടീച്ചിംഗ് സ്റ്റാഫ് എന്ന ഓപ്ഷനുണ്ട്. അത് വെച്ച് ചേർക്കാം.
വേറെ സ്കൂളിൽ നിന്ന് ട്രാൻസ്ഫർ ആയി വരുന്നതാണെങ്കിലോ? അതാണെങ്കിൽ ഇമ്പോർട്ട് സ്റ്റാഫാണ് ഉപയോഗിക്കേണ്ടത്. അതിന് ആ ടീച്ചറുടെ നാഷണൽ ടീച്ചർ കോഡ് അല്ലെങ്കിൽ പെർമനന്റ് എംപ്ലോയി നമ്പർ PN, ജനനത്തീയതി ഇവ വേണം. ഈ നാഷണൽ കോഡ് എവിടുന്ന് കിട്ടും? അത് ആ ടീച്ചർക്ക് അറിയാമായിരിക്കും, അല്ലെങ്കിൽ അവരുടെ പഴയ സ്കൂളിൽ നിന്ന് കിട്ടും. ഇനി അറിയില്ലെങ്കിൽ ആധാർ നമ്പർ ഉപയോഗിച്ച് സെർച്ച് ചെയ്ത് കണ്ടെത്താനും ഒരു ഓപ്ഷൻ പോർട്ടലിനുണ്ട്. ഓക്കെ. ഇനി ഒരാൾ സ്കൂൾ വിട്ടുപോയാൽ റിട്ടയർമെന്റ്, ട്രാൻസ്ഫർ അല്ലെങ്കിൽ ജോലി ഉപേക്ഷിക്കുക. അപ്പോ ആ ടീച്ചറുടെ പ്രൊഫൈലിൽ ലെഫ്റ്റ് സ്കൂൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണം. എന്നിട്ട് കാരണം കൊടുക്കണം. റിട്ടയർഡ്, ട്രാൻസ്ഫർ ടു അനദർ സ്കൂൾ, ജോബ് ലെഫ്റ്റ് എന്നൊക്കെ ഓപ്ഷൻ ഉണ്ടാവും. ഇത് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഇത് ചെയ്യുമ്പോൾ ആ ടീച്ചർ നമ്മുടെ സ്കൂളിന്റെ ആക്റ്റീവ് ലിസ്റ്റിൽ നിന്ന് മാറി ഒരു ഡ്രോപ്പ് ബോക്സിലേക്ക് പോകും. ഡ്രോപ്പ് ബോക്സോ? അതെ, ഒരു വെർച്വൽ ഡ്രോപ്പ് ബോക്സ്. അപ്പോൾ ട്രാൻസ്ഫറായി പോയതാണെങ്കിൽ പുതിയ സ്കൂളിന് ഈ ഡ്രോപ്പ് ബോക്സിൽ നിന്ന് ആ ടീച്ചറെ അവരുടെ സ്കൂളിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ട്രാൻസ്ഫർ ആണെങ്കിൽ ലെഫ്റ്റ് സ്കൂൾ മാർക്ക് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഓക്കെ, അത് ക്ലിയറായി. ടീച്ചർമാരെ സ്റ്റേറ്റ് ലെവലിൽ കണ്ടെത്താൻ വല്ല വഴിയുമുണ്ടോ? ഉണ്ട്. ഒരു ഗ്ലോബൽ സെർച്ച് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നാഷണൽ കോഡോ ആധാരോ വെച്ച് സെർച്ച് ചെയ്യാം. കൊള്ളാം. അപ്പോ എല്ലാവരുടെയും ഡേറ്റ അപ്ഡേറ്റ് ചെയ്തു, ഹെഡ് ടീച്ചറെ മാപ്പ് ചെയ്തു, ആവശ്യമുള്ള സ്റ്റാഫ് എണ്ണം 0 ആണെങ്കിൽ പോലും കൊടുത്തു. എല്ലാം പച്ചയായി. ഇനി ഫൈനൽ സ്റ്റെപ്പ്, സർട്ടിഫിക്കേഷൻ. അതെ, തിരിച്ച് ഡാഷ്ബോർഡിൽ വരണം. അവിടെ ക്ലിക്ക് ഹിയർ ഫോർ സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ സമാനമായ ഒരു ലിങ്ക് കാണും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു സമ്മറി പേജ് വരും. നമ്മൾ കൊടുത്ത ഡേറ്റയുടെ ഒരു ചുരുക്കം. അതെല്ലാം ഒന്ന് വെരിഫൈ ചെയ്യുക. എന്നിട്ട് താഴെ ഒരു റിമാർക്സ് കോളം ഉണ്ടാവും. അവിടെ ഡേറ്റ വെരിഫൈഡ് ആൻഡ് അപ്ഡേറ്റഡ് എന്നോ മറ്റൊരു റിമാർക്ക് കൊടുക്കാം. ഓക്കെ. പിന്നെ ഒരു ഡിക്ലറേഷൻ ചെക്ക് ബോക്സ് ഉണ്ടാവും. അത് ടിക്ക് ചെയ്ത് സർട്ടിഫൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അത്രയുള്ളൂ. ഇത് ചെയ്തില്ലെങ്കിൽ പണി പൂർത്തിയാവില്ല, അല്ലേ? ഇല്ല. സർട്ടിഫൈ ചെയ്തില്ലെങ്കിൽ ആ സ്കൂളിലെ ഡാറ്റ ഇൻകംപ്ലീറ്റ് ആയിട്ടാണ് കണക്കാക്കുക. പിന്നെ ഒരു തവണ സർട്ടിഫൈ ചെയ്താലും എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ വീണ്ടും ചെയ്യാം. പക്ഷെ അപ്പോ സ്റ്റാറ്റസ് വീണ്ടും നോട്ട് സർട്ടിഫൈഡ് എന്നാവും. മാറ്റം വരുത്തിക്കഴിഞ്ഞാൽ വീണ്ടും സർട്ടിഫൈ ചെയ്യണം. അതുകൊണ്ട് കഴിയുന്നതും എല്ലാം കറക്റ്റ് ആക്കിയ ശേഷം ഒന്നിച്ചങ്ങോട്ട് സർട്ടിഫൈ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോ ചുരുക്കി പറഞ്ഞാല് ഈ വർഷത്തെ യുഡൈസ് പ്ലസ് ടീച്ചർ മൊഡ്യൂൾ അപ്ഡേറ്റിൽ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ ഇവയാണ്. ആ പുതിയ HOS മാപ്പിങ്ങും എത്ര സ്റ്റാഫ് വേണമെന്ന കണക്കും കൊടുക്കണം. പ്രൊഫൈലിലെ വിവരങ്ങൾ, പ്രത്യേകിച്ച് യോഗ്യത, പഠിച്ച വിഷയങ്ങൾ, ട്രെയിനിംഗ് ഡീറ്റെയിൽസ് ഒക്കെ കൃത്യമായിരിക്കണം. സർവീസ് ബുക്കുമായി ഒത്തുനോക്കുന്നത് നല്ലതാണ്. സ്റ്റാഫിനെ ചേർക്കുന്നതും ആഡ്, ഇമ്പോർട്ട് ചെയ്യുന്നതും ഒഴിവാക്കുന്നതും ലെഫ്റ്റ് സ്കൂൾ കൃത്യമായി ചെയ്യണം. അവസാനമായി എല്ലാം കഴിഞ്ഞ് ഡാറ്റ സർട്ടിഫൈ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വിവരങ്ങൾ നിങ്ങളുടെ സ്കൂളിലെ ഈ ജോലി കുറച്ചുകൂടി എളുപ്പമാക്കാനും കൃത്യമാക്കാനും എങ്ങനെ ഉപയോഗിക്കാമെന്നൊന്ന് ആലോചിച്ചു നോക്കൂ. ഒരു അവസാനത്തെ ചിന്ത കൂടി. ഈ ഡേറ്റ എൻട്രി എന്ന് പറയുന്നത് വെറുതെ കുറച്ച് വിവരങ്ങൾ ടൈപ്പ് ചെയ്യുന്നൊരു പ്രക്രിയയല്ല. ഇത് ശരിക്കും നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ ഒരു നട്ടെല്ല് പോലെയാണ്. ഓരോ ടീച്ചറെക്കുറിച്ചുമുള്ള കൃത്യമായ വിവരം, അത് അവരുടെ യോഗ്യതയോ അവർക്ക് വേണ്ട പരിശീലനമോ എന്തുമാവട്ടെ, അത് നമ്മുടെ കുട്ടികളുടെ നല്ല ഭാവിക്ക് വേണ്ടിയുള്ള പ്ലാനിങ്ങിന്റെ ഭാഗമാണ്. ഈ ഡേറ്റ എത്രത്തോളം കൃത്യമാകുന്നോ അത്രത്തോളം നമ്മുടെ വിദ്യാഭ്യാസ സിസ്റ്റം മൊത്തത്തിൽ മെച്ചപ്പെടും. അങ്ങനെയൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്.